ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒരിക്കൽ ഒരു കൂട്ടം ദേശാടന പക്ഷികൾ അതിവിദൂരമുള്ള മൈലുകൾ താണ്ടേണ്ടി വരുന്ന ഒരു ദ്വീപിനെ ലക്ഷ്യമാക്കി പറക്കുകയാണ്. സമുദ്രമധ്യത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു പെൺപക്ഷി പറഞ്ഞു, എൻ്റെ ചിറകുകൾ തളരുകയാണ്, എനിക്കിനി ഒരു അടി മുന്നോട്ട് പറക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ പോയിക്കൊള്ളുക. ഈ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. പക്ഷികൾ വേദനയോടെയാണ് മുന്നോട്ട് പോയത്. ആ പക്ഷിയുടെ ചിറകുകൾക്ക് തളർച്ച സംഭവിച്ചു. താൻ സമുദ്രത്തിലേക്ക് പതിക്കുകയാണ്. തൻ്റെ ജീവിതം അവസാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ആ പക്ഷി ചിറകുകൾ വെള്ളം കൊണ്ട് നനഞ്ഞു. അതിൻ്റെ ശരീരത്തിൽ തണുപ്പ് കയറി. ഈ അവസരത്തിൽ ഇതെല്ലാം കണ്ടും കേട്ടും സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു നീലത്തിമിംഗലമുണ്ടായിരുന്നു. അത് ഉടൻ തന്നെ ആ പക്ഷിയുടെ അടുക്കലേക്ക് വരികയും അത് മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ആ അവസരത്തിൽ ആ പക്ഷി, ദേശാടന പക്ഷി, ഒരു പാറപ്പുറത്തിരിക്കുന്നത് പോലെ അതിനനുഭവപ്പെടുകയും അതിനെയും കൊണ്ട് ആ ദ്വീപിലേക്ക് നീലത്തിമിംഗലം നീന്തുകയും ചെയ്തു. മേഘങ്ങൾ, കറുത്തു മൂടിക്കിടന്ന മേഘങ്ങൾ സൂര്യോദയത്തിൻ്റെ പ്രഭാതം കൊണ്ട് പ്രകാശിക്കാൻ തുടങ്ങി. സൂര്യകിരണങ്ങളേറ്റ് അതിൻ്റെ നനഞ്ഞ ചിറകുകൾ ഉണങ്ങി. തനിക്ക് പൂർവാധികം ആരോഗ്യവും ചിറകുകൾ പറക്കുവാനുള്ളതായ കഴിവും കിട്ടിയെന്ന് തോന്നൽ ആ പക്ഷിക്ക് വന്നു. അപ്പോഴേക്കും താൻ ലക്ഷ്യമാക്കിയിരിക്കുന്ന ദ്വീപിലേക്ക് നീലത്തിമിംഗലം ഈ പക്ഷിയെ എത്തിച്ചിരുന്നു. ഇതാണ് ജീവിതം. നമുക്ക് ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ നഷ്ടമാകരുത്, പ്രതീക്ഷ വിടരുത്. നാം അറിയാതെ ഒരത്ഭുതം, ദൈവത്തിൻ്റെ കരങ്ങൾ അത് നമ്മെ സഹായിക്കാനെത്തും. ഒരിക്കലും നാം എല്ലാം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും വിഷമിക്കരുത്. നമ്മെ പരിഹസിച്ചവർ, നമ്മെ പിന്നിൽ നിന്നും തള്ളിയവർ, അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് വിജയം കാണാൻ സാധിക്കും. അവർക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ സാധിക്കും. നമ്മളെ കണ്ട് അവരത്ഭുതപ്പെടും. ഇതാണ് ജീവിതം. പ്രതീക്ഷിക്കുക, പ്രതീക്ഷയാണ് ഉറപ്പ്. അതുതന്നെയാണ് മറുകരയെത്താനുള്ളതായ ഏക പോൻവഴിയും.